ഒരുതരം ഈ ജന്മി അടിയാന്മാർക്ക് പണ്ട് കാലത്ത് ഈ കുഴിയിൽ കഞ്ഞി കൊത്തി കൊടുത്തു എന്ന് പറയുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട് പോകും. ഇവർ വേണമെങ്കിൽ ഇപ്പൊ എടുത്തോണം. പിന്നെന്താ അറിയോ, 17 വയസ്സിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കുക. ഞാൻ നോക്കുമ്പോ അവിടെ 20 വയസ്സിലൊരു പെൺകുട്ടിയുണ്ട്, 3 കുട്ടികളാ. 20ാമത്തെ വയസ്സിൽ 17 വയസ്സിൽ കല്യാണം കഴിച്ച് 9 കുട്ടികളുള്ള ഒരു വീടുണ്ട്. ദയനീയമാണ്. അവിടുത്തെ പല കുട്ടികളും സ്കൂളുകളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ കുളിക്കാൻ വെള്ളമോ ധരിക്കാൻ വസ്ത്രമോ ഇല്ല, അവരെ കൊണ്ടുപോകാൻ മാത്രം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്രേ. പിന്നെ അവിടുത്തെ ആളുകൾ പെരുമാറുന്ന ഒരു രീതിയിലാണ്, കാരണം അവരുടെ വേഷങ്ങളും ഒന്നും ആലോചിച്ച് കുളിക്കാൻ പറ്റാതെ സ്കൂളിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ല. നമസ്കാരം. മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്യാമേട്ടനാണ് ഇന്ന് നമുക്കൊപ്പം ചെയ്യുന്നത്. ശ്യാമേട്ട നമസ്കാരം. മാനന്തവാടി എന്ത് പറയണു ഈ തിരഞ്ഞെടുപ്പിന്റെ ചൂടില്? മാനന്തവാടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വയനാട്ടിൽ സ്ഥിരം സന്ദർശകനാണെങ്കിലും മാനന്തവാടിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ അത് ഒരുപാട് വേദന തരുന്നതാണ്. കാരണം പലപ്പോഴും നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ചൂഷണം. യഥാർത്ഥത്തിൽ ഒരു ജനവിഭാഗത്തെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ്? മാറി മാറി വരുന്ന LDF കൂടി ഞാനതിവിടെ കണ്ടു. അതിഭീകരമായ ഭയാനകമായ, നമുക്കൊരിക്കലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തത്ര വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളെ കബളിപ്പിക്കലും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇലക്ഷൻ സ്റ്റാൻഡുകൾക്ക് അപ്പുറത്തേക്ക് അത് പുറം ലോകം അറിയണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ശ്യാമേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, വെള്ളമുണ്ട എന്ന് പറയുന്ന പഞ്ചായത്തിലെ 4 സെന്റ് കോളനി. ഞങ്ങൾ ഇന്ന് രാവിലെ അവിടെ സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോ അതിനു മുൻപ് ഇന്ന് രാവിലെ ഞാൻ വായിച്ചത് LDFന്റെ പ്രകടന പത്രികയാണ്. അതിൽ പറയുന്നുണ്ട് കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും. ഞാൻ ചോദിക്കുന്നത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ മനുഷ്യരൊന്നും ഇവർ കാണുന്നില്ലേ എന്നുള്ളതാണ്. അല്ല, ഇവര് ഒന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് ഇവർ പഴയ ദേശാഭിമാനി യുഗത്തിലാണ് ജീവിക്കുന്നത്. ദേശാഭിമാനിയിൽ എന്താണോ എഴുതി വിടുന്നത് അത് മാത്രം ജനങ്ങൾ കാണും എന്ന് തെറ്റിദ്ധരിക്കുന്ന യുഗത്തിലാണ് ഇവർ ജീവിക്കുന്നത്. രണ്ടാമത് ഈ ഒരു ജനതയെ ഇവർ മൂടി വയ്ക്കുകയാണ്. അതായത് നോക്കൂ, കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമെന്ന് ഇവർ കൊട്ടിഘോഷിച്ച് കോടികൾ, എനിക്ക് 4-7 കോടി പരിപാടിക്ക് ചെലവായത് അത്രയും കോടിയാണ്. ആ കോടികൾ ഉപയോഗിച്ചിട്ട് ഇവരത് കൊട്ടിഘോഷിച്ചു. മറുവശത്ത് ഇവിടെ എന്താ ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ അവസ്ഥ? 4 സെന്റ് കോളനിയിൽ നമ്മൾ കണ്ടാണല്ലോ, വീടില്ല, വെള്ളമില്ല. 2 ദിവസത്തിലൊരിക്കൽ വെള്ളം വന്നിട്ട് ഈ അവിടുത്തെ വീപ്പക്കുറ്റിയിൽ ഒഴിച്ചിട്ടിട്ട് പോകും. അത് കഴിയുമ്പോഴത്തെ അവിടെ നിന്ന് വെള്ളം കോരി എടുത്തോണം. ഒരുതരം ഈ ജന്മി അടിയാന്മാർക്ക് പണ്ട് കാലത്ത് ഈ കുഴിയിൽ കഞ്ഞി കൊത്തി കൊടുത്തു എന്ന് പറയുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട് പോകും. ഇവർ വേണമെങ്കിൽ പോയി എടുത്തോണം. തലച്ചുമടായിട്ട് കയറ്റം കയറണം. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടാർപോളിൻ വലിച്ചു കിട്ടിയിരിക്കുന്നു. അതാണ് വീടെന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്നാലോചിക്കും, ഇപ്പം നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടികൾ, അവർക്കൊന്ന് ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മാറണമെങ്കിൽ എന്താ ചെയ്യും? കുളിമുറികൾക്കൊന്നും കുളിമുറികളേ ഇല്ല. ഞാൻ പല വീട്ടിലും ചോദിച്ചപ്പോ അവര് പറയുന്നത് ഏതെങ്കിലും ഒരു വീട്ടിലൊരു കുളിമുറി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കുളിക്കുക. ഇപ്പൊ രാത്രി വാഷ്റൂമിൽ പോണെങ്കിൽ പോലും അതാണ് എങ്ങനെയാ രാത്രി. ഇതൊന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2026 ആണ്ടിലാണ് ഇരിക്കുന്നത്, കേരളത്തിലാണ് ഇരിക്കുന്നത്. കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണെന്ന് കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതേ കേരളത്തിൽ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പറയുന്ന കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്ക് രാത്രിയല്ല, ടോയ്ലറ്റുകളില്ലാത്ത വീടുണ്ട്. അപ്പോൾ ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ, പ്രാഥമിക കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? പിന്നെ എന്താ അറിയോ, 17 വയസ്സിൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കുക. ഞാൻ നോക്കുമ്പോ അവിടെ 20 വയസ്സിലൊരു പെൺകുട്ടിയുണ്ട്, 3 കുട്ടികളാ. 20ാമത്തെ വയസ്സിൽ 17 വയസ്സിൽ കല്യാണം കഴിച്ച് 9 കുട്ടികളുള്ള ഒരു വീടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഈ പെൺകുട്ടികൾ കല്യാണം നമുക്കറിയാലോ 18 വിവാഹപ്രായം. നമ്മൾ സ്ത്രീ സംരക്ഷണത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്ന സർക്കാരാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ ഇവര് പരാതിപ്പെട്ടിട്ട് പോലും ഈ കുട്ടികളെ ഇത്രയും ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ബോധവൽക്കരണം വേണമല്ലോ, അതിന് പോലും തയ്യാറാവുന്നില്ല. ഏറ്റവും ദയനീയമായ സ്ഥിതി അതെന്നറിയോ? കേരള പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം നിയോജക മണ്ഡലമാണ്. ഇവരുടെയൊക്കെ പണി എന്താ എനിക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇന്ന് അതിനകത്തൊരു വളരെ ശോചനീയമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളെ പോയ 4 സെന്റ് കോളനിയിൽ ORK മന്ത്രി വീണ്ടും വോട്ട് ചോദിച്ച് ചെന്നു. അത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വോട്ട് ചോദിച്ച് ചെന്നു. ഇദ്ദേഹം കേരളത്തിന്റെ പട്ടികവർഗത്തിന്റെ വികസനം നടത്തേണ്ട മന്ത്രിയാണ്. ഇതിനു മുമ്പ് PK ജയലക്ഷ്മി ഉണ്ടായിരുന്നു. രണ്ടുപേരും മോശമൊന്നുമല്ല, LDF മോശമല്ല, UDF മോശമല്ല, PK ജയലക്ഷ്മി ഉണ്ടായിരുന്നു. അന്നും ഇന്നുമായിട്ട് ഇവർ ചെയ്ത ജോലി എന്താണ്? ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ട MLAയും പിന്നീട് മന്ത്രിയാകുള്ള ക്യാബിനറ്റ് മന്ത്രിമാരാണ്. 2 ക്യാബിനറ്റ് മന്ത്രിമാരെ കൊടുത്തിട്ടുള്ള നിയോജക മണ്ഡലമാണ്. ഇവരുടെ പണി എന്താണെന്ന് എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലാകുന്നില്ല. അത് എനിക്ക് ഇന്നലെ അവിടെ ചെന്നപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം ഞാൻ വോട്ട് ചോദിച്ചില്ല അവരോട്, എനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയൊരു ജനങ്ങളോട് വോട്ട് ചെയ്യണം എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നിയ വികാരത്തിൻ്റെ, എൻ്റെ കണ്ണ് നിറഞ്ഞ, സത്യത്തിൽ കണ്ണ് നിറഞ്ഞ് തൊണ്ടയുടറി, എനിക്ക് തോന്നിയ വികാരത്തിൻ്റെ 1000-ലൊരു അംശം ഇതെല്ലാം ചെയ്യാൻ കഴിയാവുന്ന മന്ത്രിക്ക് തോന്നാത്തതാണ്. വീണ്ടും നാണമില്ലാതെ വോട്ട് ചോദിക്കുന്നതാണ്.
ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു ജനപ്രതിനിധിയല്ല, ഒരു മന്ത്രിയോ ഒന്നുമല്ല. നമുക്ക് അവർക്ക് ചെയ്യണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പരിധിയുണ്ട്. ഒരു പരിധിയുമില്ലാത്ത കോടിക്കണക്കിന് രൂപ തൻ്റെ വകുപ്പിലുള്ള സ്വന്തം മണ്ഡലത്തിലെ നാട്ടുകാർക്ക് അവരുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഈ ഫീല്, ഈ ബുദ്ധിമുട്ട്, ഈ ദുഃഖം ആ മന്ത്രിക്ക് തോന്നാത്തെന്താ? അതിദയനീയമാണ്. അവിടുത്തെ പല കുട്ടികളും സ്കൂളുകളിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ കുളിക്കാൻ വെള്ളമോ ധരിക്കാൻ വസ്ത്രമോ ഇല്ല. അവരെ കൊണ്ടുപോകാൻ മാത്രം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്രേ. പിന്നെ അവിടുത്തെ ആളുകൾ പെരുമാറുന്ന ഒരു രീതിയിലാണ്. കാരണം അവരുടെ വേഷങ്ങളും ഒന്നും ആലോചിച്ച് കുളിക്കാൻ പറ്റാതെ സ്കൂളിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നില്ല. നമ്മള് എന്താ പറയാ 100% സാക്ഷരതയുണ്ട് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്രത്തോളം കേരളത്തെ പുകഴ്ത്തുമ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളും അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളല്ലേ ലംഘിക്കപ്പെടുന്നത്. അവിടെ സത്യത്തിൽ ഈ കേരളത്തില്, വയനാട്ടില്, മാനന്തവാടിയിൽ, വെള്ളമുണ്ടിയിൽ നമ്മൾ കണ്ടത് പച്ചയായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനമാണ്, ലംഘനമാണ്. അതാണ് നമ്മൾ കണ്ടത്. കാരണം അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ഇതെല്ലാം അവനോടെ നിരാകരിക്കപ്പെടുകയാണ്. ഒന്നും സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ സത്യത്തിൽ കേരളത്തിലെ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ 4 സെൻറ്റ് കോളനി എന്ന് പറയുന്നത്. അത് എനിക്കതിനകത്ത് മനസ്സിലാവാത്ത ഒരു കാര്യം, ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ വെള്ളം വരുന്നു, കുട്ടികൾ എങ്ങനെ കുളിക്കും? അവർക്ക് ഈ 2 ദിവസം ആ വെള്ളം അത് കറുത്തിട്ട് നമുക്ക് കുറച്ച് നേരം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലേ അതിന് താഴെയൊക്കെ ഒരു കറുത്ത കളറിൽ ഒരു പാട കിട്ടുന്നു. ഈ ബിസ്ലറി അക്വാഫിനെയും കുടിച്ച് ദാഹം തീർക്കുന്ന ഈ മന്ത്രിമാർക്ക് ഈ പാവപ്പെട്ടവർ കുടിക്കുന്ന ഈ വെള്ളത്തെ അറിയൂ? അവിടെയാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇവർ ഈ മനുഷ്യനാകണം എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹദീപമേ എന്നൊക്കെ പാടാൻ ബഹുരസമാണ്. മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ല. അതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മാനന്തവാടിയിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ വെള്ളമുണ്ട പഞ്ചായത്ത് ഒരു ഉദാഹരണമാണ്. എത്രയോ ഇടങ്ങൾ, ഇപ്പോൾ നേരത്തെ തിരുവില്ലാമലയെ കുറിച്ച് സംസാരിച്ചു ഇവിടെയുള്ള ഒരു ചേട്ടൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ ഈ ട്രൈബൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഹോസ്റ്റലിലെ ബാത്റൂമിന് ഒരു എന്താ പറയുക ഡോറ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് തിരുവില്ലാമല എന്ന് പറയുമ്പോൾ OR കേളുവിനെ സംബന്ധിച്ചിടത്തോളം ജന്മനാടാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഭാഗത്തും മാനന്തവാടി ഉൾപ്പെടുന്ന വയനാട് ജില്ലയെ തന്നെ വലിയ രീതിയിലൊരു അവഗണന നേരിടുന്നതല്ലേ? അല്ല, ഒന്ന് ഇപ്പോൾ മാറി വരുന്ന ഇരു സർക്കാരുകളും, അത് LDF ആയിട്ട് UDF ആയിക്കോട്ടെ, പൂർണ്ണമായിട്ട് വയനാടിനെ മാനന്തവാടി അവഗണിച്ചിരിക്കുകയാണ്. നോക്കിയോ, കാരണം ഒന്ന് ഇവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട്. ഈ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്തറിയും? പഴയ ജില്ലാ ആശുപത്രിയുടെ അതേ സംവിധാനങ്ങൾ അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ബോർഡ് വെച്ച് മെഡിക്കൽ കോളേജ്, എന്നിട്ട് വയനാട്ടുകാരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തന്നിരിക്കുന്നു. പക്ഷെ അവിടെ ഒരാളും ചികിത്സിക്കുന്നില്ലെന്നാ പറയുന്നത്. എല്ലാവരെയും റെഫറൻസ് കൊടുത്ത് ലേബർ റൂമിലേക്കുള്ള ലിഫ്റ്റ് ഇല്ല, വർക്കിംഗ് അല്ല. ലേബർ റൂമിലേക്കുള്ള ലിഫ്റ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ അങ്ങോട്ട് എങ്ങനെ ആളുകൾ, സ്ത്രീകളെ പോവുക? അപ്പോൾ അവിടെ ചികിത്സ കൊടുക്കുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ റെഫർ ചെയ്യാനൊരു മെഡിക്കൽ കോളേജ് എന്തിനാണ്? ഇപ്പം നമ്മളിവിടെ ഒരു രോഗി, അദ്ദേഹത്തെയും കൊണ്ട് വയനാട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിക്കുന്ന ജില്ലാ ആശുപത്രിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് റെഫർ ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോയാൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാമല്ലോ. ഇനി എത്ര ജീവനുകളാണ് പൊളിഞ്ഞു പോകുന്നത്. ഇനി കോഴിക്കോട്ടേക്ക് പോകണമെങ്കിലോ വഴിയിലെങ്ങാനും ഒരു വണ്ടി വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു. അപ്പോൾ ഇത്തരത്തിൽ വയനാടൻ ജനതയെ മുഴുവൻ വന്യജീവി സംഘർഷമായിക്കോട്ടെ, അതിനെല്ലാം ഓരോ വർഷവും 71 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഫെൻസിങ് കെട്ടാനും കിടങ്ങ് കുഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ലാപ്സാക്കുവാണ്. നിലവിലെ നിയമങ്ങളിൽ തന്നെ മനുഷ്യൻ്റെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്നിരിക്കെ തന്നെ അത് ഉപയോഗിക്കുന്നില്ല. മാനന്തവാടിയിൽ തന്നെ അങ്ങനെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ടെന്നേ. പക്ഷേ പൊതു കേരളത്തോട് പറയുന്നത് എന്താ? ഈ നിയമത്തിൽ അപര്യാപ്തതയുണ്ട്, ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെന്ന് പറയുന്നത്. അങ്ങനെ പരിപൂർണമായിട്ട് വയനാടൻ ജനതയെ എന്നും ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞൊരു 65 വർഷക്കാലം കേരളത്തെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലായ്പ്പോഴും പറയും വികസനം വരുന്നുണ്ട് എന്ന്. പക്ഷേ ശരിക്കും വികസനം വന്നോ എന്ന് ചോദിച്ചാൽ അത് എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ വികസിത കേരളം എന്ന് പറഞ്ഞിട്ട് BJP ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നു. അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പുകളിൽ വികസനം ചർച്ചയാകാൻ തുടങ്ങിയത്. അതുവരയ്ക്കും വാഗ്ദാനങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എല്ലാ വാഗ്ദാനങ്ങളിൽ നിൽക്കുകയാണ്. ഇതൊന്നും നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു എന്താ പറയുക അനാലിസിസ് പോലും നടക്കാത്തൊരിടമല്ലേ? അതിൻ്റെ എന്താ വെച്ചാൽ ഇപ്പോൾ വികസിത കേരളം എന്നുള്ളൊരു മുദ്രാവാക്യം BJP ഉയർത്തി കാണിച്ചപ്പോഴാണ് ഇത്തരം ഒരു കാഴ്ചപ്പാട് പൊതുജനങ്ങൾക്ക് കൊടുക്കാമെന്ന് പൊതുജനങ്ങൾക്കും അതോടൊപ്പം ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കും തോന്നിയത്. അതുവരെ നിങ്ങൾ നോക്കൂ, BJP വികസിത കേരളം എന്ന മുദ്രാവാക്യം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ UDFൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ലീഗിൻ്റെ KM ഷാജി പറഞ്ഞെന്താ? കഴിഞ്ഞ 9.5 വർഷമായിട്ട് UDF അധികാരത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ മുസ്ലിം സമുദായത്തിന് കൊടുക്കാതെ വിട്ടുകളഞ്ഞ അധികാരങ്ങൾ തിരിച്ചു പിടിക്കാനാണ് UDF അധികാരത്തിലേറുന്നത്. അതായത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് UDF അധികാരത്തിൽ കയറുന്നത്. ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരോ
ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരോ? കുറച്ച് മുമ്പേ നമ്മൾ സംസാരിച്ച ഇവിടുത്തെ ഈ പണിയ വിഭാഗത്തിൽപ്പെട്ടവരോ കുറിച്ച് വിഭാഗത്തിൽപ്പെട്ടവരോ ഇവരുടെ അവകാശങ്ങളൊന്നും കോൺഗ്രസിന് സംരക്ഷിക്കണ്ടേ? കോൺഗ്രസ് പറയുന്നത് BJP ആണ് വർഗീയത പറയുന്നതാണ്, പക്ഷെ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് KM ഷാജഹാൻ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വലിയ വർഗീയത പറഞ്ഞവരിൽ ഒരാളുടെ പേര് KM ഷാജിദാണ്. മതമാണ് പ്രശ്നമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് UDF അല്ലെങ്കിൽ അധികാരത്തിൽ വരേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ്, അവരുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനെന്നാണ് പറഞ്ഞത്, സംരക്ഷിക്കാനെന്ന് പോലുമല്ല, തിരിച്ചു പിടിക്കാനെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ KM ഷാജി പേരിൽ തന്നെ മതമുള്ള മുസ്ലിം ലീഗ് അവര് മതേതരമാണ്, മറുവശത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ്. ഈ BJP ഒരിക്കലും ഏതെങ്കിലും വിഭാഗത്തിന്റെ മാത്രം സാധുന്നോ ഏതെങ്കിലും വിഭാഗത്തിന്റെ മാത്രം വികാസം എന്നോ പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരുടെയും വികസനം എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ നിധി കൊടുക്കും ജാതി നോക്കിയിട്ടാണ്, മതം നോക്കിയിട്ടാണ്. ഇപ്പോൾ BJP ഭരണമായിരുന്നു കഴിഞ്ഞ 10-60 വർഷമായിട്ട് ഭരണത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനാണെന്ന് അങ്ങനെയല്ല, നമ്മളെല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി. മറുവശത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയതയാണ് കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകരവാദ സംഘടനകൾ കൂട്ടിച്ചേർന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള അതിഭീകരമായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പോലുമില്ല പറ്റാത്ത നയങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇപ്പൊ മാനന്തവാടിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇടുക്കിക്കാരനായ ശ്യാംരാജിന് ഒരിക്കലും മാനന്തവാടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഇടമായിരിക്കില്ല. അതിനകത്ത് രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് വേറെ കുറച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണെന്ന് പറയുന്നുണ്ടല്ലോ. അത് പറയുന്നത് ഒന്ന് LDF ആണെന്ന് UDF ആണ്. അതിനകത്തൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10-15 വർഷമായിട്ട് വയനാടുമായിട്ട് നിരന്തരം ഒരു സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ കരിന്തണ്ടൻ സ്മൃതി യാത്രയുമായിട്ട് നിരവധി തവണ അങ്ങ് ചുരം കയറി വന്നു. കരിന്തണ്ടൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ സംഘപ്രചാരകനായിരുന്ന രാമനുണ്ണിച്ചേട്ടനോടൊപ്പം നിന്നയാളാണ് ഞാൻ. ഇവിടെ മുണ്ടക്കേ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ 1 മാസത്തോളം ഇവിടെ താമസിച്ച് നമ്മുടെ നിലമ്പൂര് ചെന്ന്, നിലമ്പൂരോട് ചാലിയാർപ്പുഴയ്ക്ക് ഉണ്ടല്ലോ, അപ്പോൾ നിലമ്പൂര് ചെന്ന് അവിടെ ഇരുട്ട് കുത്തി എന്ന് പറയുന്നൊരു കോളനി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ട്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ ഈ മുള വെച്ചുണ്ടാക്കിയ ചങ്ങാടത്തിലാണ് മറുകണ്ടക്കാരാവുന്നത്. അങ്ങോട്ട് ഭക്ഷണ അവശ്യ സാധനങ്ങൾ വരെ കൊണ്ടുപോകുന്നിടത്ത് വരെ ഞാനുണ്ടായിരുന്നു. എന്തായാലും അത്രയും പ്രവർത്തനമൊന്നും ഈ പറയുന്ന LDFന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾ ചെയ്തിട്ടില്ല. അതിനേക്കാൾ വലിയ രസകരമായ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയാണ് ആനിരാജ. ഇവിടുത്തെ UDFന്റെ MP ആരാ? പ്രിയങ്ക ഗാന്ധി. ആനിരാജ വരുന്നത് ഡൽഹിയിൽ നിന്ന്, പ്രിയങ്ക ഗാന്ധി വരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന്. ആനിരാജയ്ക്ക് ഡൽഹിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം, പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്കുള്ള ദൂരം, P ശ്യാംരാജൻ എന്തായാലും ഇടുക്കിയിൽ നിന്നില്ല. അത് അവരൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിനപ്പുറത്തേക്ക് വയനാടിനെ അറിയാൻ നമ്മുടെ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മനുഷ്യരുടെയും വിഷയങ്ങൾ സമമാണ്. അവൻ എവിടെയാണോ നിൽക്കുന്നത് അവിടുത്തെ മനുഷ്യരുടെ വിഷയങ്ങൾ ഇടപെടുക, അതിന് പരിഹാരം കാണാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വയനാടായിക്കോട്ടെ, ഇടുക്കി ആയിട്ട്, നാളെ തിരുവനന്തപുരത്ത് പോയി നിൽക്കാൻ പറയട്ടെ, എവിടെയാണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. അത് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷമായിട്ടുള്ള സംഘടനാ പൊതുപ്രവർത്തനത്തിൽ അതിനെന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ വിജയം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്ന വലിയൊരു ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും MLA ആയിട്ട് ഇവിടെ നിന്ന് ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് മാനന്തവാടിയിലെ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ അവർ തരുന്നൊരു എനർജി എത്രത്തോളമാണ്? വലിയ ട്രെൻഡാണത്. മാനന്തവാടിയിലെ ജനങ്ങൾ നമ്മളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം ഇടതുപക്ഷത്തിൻ്റെയും UDFൻ്റെയും ഒന്നും ആ ഒരു അജണ്ട അല്ലെങ്കിൽ സ്ട്രാറ്റജി ഒന്നും ചിലവായിട്ടില്ല. ജനങ്ങൾക്ക് നമ്മളോട് വലിയ താല്പര്യമാണുള്ളത്. അത് പ്രവർത്തകരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ജനവിഭാഗങ്ങളായിക്കോട്ടെ വലിയ സ്വീകാര്യതയാണ്. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. എവിടെ ചെന്നാലും ധാരാളമായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നിരവധിയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും സന്തത സഹചാരികളായിട്ടുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തവണത്തെ വോട്ട് നിങ്ങൾക്കാണ്. അത് മോദിജിയോടുള്ള താല്പര്യമുണ്ട്, BJPയോടുള്ള താല്പര്യമുണ്ട്, നമ്മളോട് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ഇത്തവണ BJPയോടൊപ്പം സഞ്ചരിക്കും, നമുക്ക് NDAക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ മാനന്തവാടിയെ മനസ്സിലാക്കിയിടത്തോളം MLA ആയി എത്തുകയാണെങ്കിൽ ആദ്യം മുന്നോട്ട് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും വികസനത്തിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നോക്കൂ, അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് ഈ വയനാട്ടിൽ നിന്ന് ഇതര ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ചുരം ഇറങ്ങേണ്ടി വരും. അങ്ങനെ തന്നെ ഒരുപാട് നമ്മുടെ സമയം നഷ്ടം വരുന്നുണ്ട്, ഇന്ധന നഷ്ടമൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു റോപ്പ് വേ സംവിധാനം ആലോചിക്കാം. അത് ഇതുവരെ ഇവിടുന്ന് വിജയിച്ച് പോയവരെന്താണ് ചിന്തിക്കാത്തത് എന്ന് എനിക്കല്ല. ഒരു റോപ്പ് വേ സംവിധാനം ആലോചിച്ച് നമുക്ക് ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്ന രീതിയിൽ അങ്ങനെ ഒരു സ്ഥിരം ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്.
അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോട് നിന്ന് മാനന്തവാടി വഴി മൈസൂർക്കുള്ള ഒരു ഗ്രീൻ ഫീൽഡ് ഉണ്ട്. 7100 കോടിയുടെ പദ്ധതി ഓൾറെഡി നിതിൻ ഗഡ്കരിജി പ്രഖ്യാപിച്ചതാണ്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ചില ഇടപെടലുകൾ കാരണം മുടങ്ങി കിടക്കുകയാണ്. ആ റോഡ് വന്നാൽ നമുക്ക് കർണാടകത്തിലേക്കുള്ള നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ സുഗമമാകും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാന വസ്തുതയാണ്. വയനാടുകാർ, മാനന്തവാടിക്കാർ എക്കാലത്തും ഒരു കുരുക്കിൽ കിടക്കണം എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിർബന്ധം അത് തുടക്കത്തിലെ പൊളിച്ചു കളയും. രണ്ടാമത് നമ്മുടെ ചെറുപ്പക്കാർ, ഇവിടെ ഒരു ഗവൺമെൻറ് കോളേജുണ്ട്, ഒരു 1-2 ആർട്സ് കോളേജുകളുണ്ട്, അവിടെ തീർന്നു. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ മാനന്തവാടിയിൽ നിന്നും ബാംഗ്ലൂരോ മൈസൂരോ പോവുകയാണ്. ഇവിടെ ഒരു നല്ല നഴ്സിംഗ് കോളേജ് പോലും ഇല്ല. നല്ലൊരു ലൈബ്രറി, ലൈബ്രറിയിലാണ് അതെ അതെ അവര് അത്രയും പുസ്തകം കളക്ട് ചെയ്തിട്ട് അവർ ഈ ലൈബ്രറി നടത്തുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതിലും നല്ലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇത് ജനങ്ങൾ ചെയ്യുന്നതാണ്. വയനാട്ടിലുള്ള എന്തെങ്കിലും വികസനം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മുന്നേറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പുതുമ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചെയ്യുന്നതാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാർ നിശ്ചലവും നിശബ്ദവുമാണ്. മറുവശത്ത് ജനങ്ങൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു കഠിനാധ്വാനം കൊണ്ടിട്ട് മുന്നേറുന്നു എന്നുള്ളതാണ്. ഈ ലൈബ്രറി പോലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ ജനങ്ങൾ ഒത്തുചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു സർക്കാരിൻ്റെ ഗ്രന്ഥശാല, അതൊക്കെ ഇവിടുത്തെ ജനതയ്ക്ക് അപ്രാപ്യമാണ്. ഇവിടുത്തെ സർക്കാർ അത്തരത്തിലൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ കോളേജുകൾ കൊണ്ടുവരും. നമ്മുടെ ഞാൻ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോളേജുകൾ കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള കോളേജ് കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നഴ്സിംഗ് കോളേജുകൾ പോലുമില്ല. അതായത് ബേസിക് കോഴ്സുകൾ പഠിക്കുവാനുള്ള കോളേജുകൾ പോലും നാട്ടിലില്ല. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മുടെ മറ്റ് ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആശുപത്രി ഈ ഒരു കാര്യം വളരെ കഷ്ടമാണ്. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ വിഷയം ഇന്നും ഞാൻ എണ്ണി പറയാം. ഇന്നും വയനാട്ടിലെ ആദിവാസി ഗോത്ര ജനത അഡ്രസ് ഇല്ലാത്തവരായിട്ട് കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നത്. ഒരു തുണ്ട് ഭൂമിയിൽ എൻ്റെ കൂടെ പറഞ്ഞാൽ ഞാൻ കാണിച്ചത്, അതായത് വനങ്ങളിൽ അവർ സമരഭൂമിയായിട്ട് പതിറ്റാണ്ടുകളായിട്ട് 50-60 വർഷങ്ങളായി വനം എന്ന് പറഞ്ഞാൽ അത് മറ്റേ റവന്യൂ ഭൂമിയാണ്. ഇപ്പോൾ വനമായിരിക്കുന്ന ഭൂമിയിൽ ജനങ്ങൾ സമരഭൂമിയായിട്ട് കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായിട്ട്. ഇതുവരെ 1 സെൻറ്റ് ഭൂമിക്ക് പട്ടയം കൊടുത്തിട്ടില്ല, വീട് കൊടുത്തിട്ടില്ല, വീട്ടിൽ വൈദ്യുതി ഇല്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. വൈദ്യുതി ഇല്ല, വെട്ടമില്ല. 2.5 കോടിയുടെ വെള്ളമുണ്ട പഞ്ചായത്തിൽ 2.5 കോടിയുടെ അഴിമതിയാണ് ജലജീവൻ മിഷന്റെ അവിടുത്തെ. അവർ തന്നെ പറയുന്നുണ്ട് വീട് വെക്കാൻ വന്ന കോൺട്രാക്ടർമാർ നടത്തുന്ന അഴിമതിയെ കുറിച്ച് പറയുന്നുണ്ട്. 2 വർഷത്തിന് ശേഷം വീട് ചോർന്നൊലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഉറപ്പുണ്ടാ വീടിന്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിന്റെ ഇടനിലക്കാർ വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ഗോത്രവർഗ ജനവിഭാഗത്തിന് അവർക്ക് 1 സെന്റ് ഭൂമി എങ്കിലും അവർക്ക് പട്ടയം കൊടുക്കുക. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. മറുവശത്ത് കയ്യേറ്റ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കാനേ ആഗ്രഹിക്കുന്നില്ല. അതായത് കയ്യേറ്റ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിയിൽ ഇവിടുത്തെ ട്രൈബ്സ് ആദിവാസികൾ താമസിക്കുന്നുണ്ട്. കയ്യേറ്റ ഭൂമി എന്ന് വിളിക്കാൻ കാരണം റവന്യൂ ഭൂമിയിൽ അവർ കയ്യേറി താമസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അവർക്ക് കിട്ടേണ്ട ഭൂമി തന്നെയാണ്. ഞാൻ കയ്യേറ്റ ഭൂമി എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. അവർക്ക് കിട്ടേണ്ട ഭൂമിയിൽ അവർ ഒരു അഡ്രസ്സും ഇല്ലാതെ താമസിക്കുകയാണ്. ആലോചിച്ച് നോക്കുക. ഒരു വളരെ വിശാലമായിട്ടൊരു വനഭൂമി, അവിടെ നമ്മൾ തലമുറകളായിട്ട് നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ ആയിട്ട് അവിടെ കുടിയേറി താമസിക്കുന്നു. ആ വീട്ടിൽ വൈദ്യുതി ഇല്ല. 2026 ആണ്ടിൽ വീട്ടിൽ വൈദ്യുതിയില്ല. 2026 ആണ്ടിൽ വീട്ടിൽ വെളിച്ചമില്ല. 2026 ആണ്ടിൽ വീട്ടിൽ അടച്ചുറപ്പുള്ള മുറിയില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് 2026 ആണ്ടിൽ വീടില്ല. വീടെന്ന് പറയുന്നത് ടാർപോളിൻ വലിച്ചു കിട്ടിയ രൂപങ്ങളാണ്. അതാണ് കേരളത്തിൽ നടക്കുന്നത്. ആ ആദിവാസി ഗോത്ര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇവിടുത്തെ കുറിച്യ കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ഈ അമ്പയത്തിൽ ആർച്ചറിയിൽ വലിയ നൈപുണ്യമുള്ളവരാണ്, വലിയ കഴിവുള്ളവരാണ്. അവർ ലോക പ്രശസ്തവുമാണ്. ബ്രിട്ടീഷുകാർക്കൊക്കെതിരെ പടപൊരുതിയ തലക്കര ചന്തുവിനെ പോലെയുള്ള വലിയ ലെജൻസ് എന്നൊരു കമ്മ്യൂണിറ്റിയാണത്. അവരുടെ ആർച്ചറിയിലുള്ള ആ നൈപുണ്യം ഒരു രീതിയിലും സർക്കാർ സംരക്ഷിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനൊരു ആർച്ചറി ക്ലബ്ബ് പോലെയുള്ള ഒരു സ്ഥാപനം നമുക്ക് കൊണ്ടുവരണം. ഇവിടെ പണിയ വിഭാഗമുണ്ട്. കേരളത്തിലെ ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ് ട്രൈബ്സ് ആണ് പണിയ. അവരുടെ തുടിയുണ്ട്, അതിമനോഹരമാണ്. പണിയനൃത്തം നല്ല രസമാണ്, കളർഫുൾ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ പ്രോഗ്രാമിന് അവരെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കലാശത്തിനൊക്കെ അവർ വരുന്നുണ്ട്. അതിമനോഹരമാണത് കാണാൻ. ആ കലയെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല അവർ. അതിനെ നമ്മൾ സംരക്ഷിക്കണം. അങ്ങനെ ഇവിടുത്തെ ഓരോ ഗോത്ര ജനതയുടെയും അവരുടെ കല, സംസ്കാരം, കായികം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോത്സാഹിപ്പിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ കൂടി കൊടുക്കണം. അങ്ങനെ വലിയൊരു പ്ലാനിലാണ് ഇപ്പോൾ മാനന്തവാടിക്ക് എന്തായാലും ഇടുക്കിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് വണ്ടി കയറിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു മാനന്തവാടിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു.
വൈകാതെ തന്നെ മാനന്തവാടി മാറട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്കും തോന്നുന്നു. കാരണം വലിയ രീതിയിലുള്ള റെസ്പോൺസ് ആണ് വരുന്നത്, വളരെ പോസിറ്റീവായിട്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ചുമതലയിരിക്കുന്നവർ പോലും അത്തരത്തിലുള്ള അടക്കം പറച്ചിലുകൾ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന രീതിയിലുള്ള, പിന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് വലിയ സന്തോഷം, ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചു എന്നുള്ളതിൽ. രണ്ട്, അതേ സമയത്ത് ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. കാരണം ജനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വിശ്വാസമാണ്. ആ വിശ്വാസം എന്ത് വന്നാലും, ജയിച്ചാൽ എന്ത് വില കൊടുത്തും ഞാൻ ആ വിശ്വാസം സംരക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മളൊക്കെ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി വന്നവരാണ്, നമുക്ക് കിട്ടുന്നതിനപ്പുറത്തേക്ക്. അപ്പോൾ അത് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു അവസരം ഇവിടുത്തെ ജനങ്ങൾ തരുമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും മാനന്തവാടി മാറട്ടെ, ആ വിശ്വാസം സംരക്ഷിക്കാൻ ചേട്ടന് സാധിക്കട്ടെ. വിജയാശംസകൾ.